എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവം നമുക്ക് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. ഏവർക്കും കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ക്ലാസ്സിലേക്കുള്ള സ്വാഗതം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇത്. നമ്മൾ തുറക്കപ്പെട്ട കൃപാസനവും ലഭ്യമാകുന്ന കൃപകളും എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. നമ്മളുടെ പഠനത്തിൻ്റെ ഹെഡിങ് അതാണ്, തുറക്കപ്പെട്ട കൃപാസനവും ലഭ്യമാകുന്ന കൃപകളും. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ പഠിച്ച കാര്യം നമുക്ക് ജസ്റ്റ് ഓടിച്ചൊന്ന് പോയിട്ട് ബാക്കി കാര്യം ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ അതിന്റെ ആരംഭമായി ഇതിന്റെ അടിസ്ഥാന വാക്യമായി കണ്ടത് എബ്രായ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ നമ്മളുടെ പഠനത്തിന് ആധാരമായിരിക്കുന്ന വാക്യം ഇതാണ്. നമ്മൾ അതിൽ ഒന്നാമത്തെ ദിവസം പഠിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെ പുതിയ നിയമ വിശ്വാസികൾക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്ന സ്വർഗത്തിലുള്ള കൃപയുടെ സിംഹാസനമാണ് കൃപാസനം എന്ന് നമ്മൾ പഠിച്ചു. കൃപാസനം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും പഴയ നിയമത്തിലെ മേഴ്സി സീറ്റിലേക്ക്, കരുണയുടെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ എബ്രായ ലേഖനകർത്താവ് പറയുന്ന കൃപാസനം എന്ന് പറയുന്നത് ആ ഭൗമികമായി പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ടായിരുന്ന ആ സ്ഥലത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചോ അല്ല, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായി സ്വർഗത്തിലുള്ള കൃപയുടെ സിംഹാസനത്തെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ആദ്യ ക്ലാസ്സിൽ സാധിച്ചു. നാം അവിടെ മനസ്സിലാക്കി മറ്റൊരു കാര്യം, അവിടെ മഹാപുരോഹിതനായി ക്രിസ്തുവുണ്ട്. മാത്രമല്ല ആ കൃപാസനം നമുക്ക് വേണ്ടി സദാസമയവും തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടി കൃപാസനത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉണ്ട്, സിംഹാസനം കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. അത് നമുക്ക് വേണ്ടി സദാസമയവും തുറന്നു കിടക്കുകയാണ്. എപ്പോഴെന്നില്ലാതെ അല്ലെങ്കിൽ ഏത് സമയമെന്നില്ലാതെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവിടേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. കൃപകളെ പ്രാപിക്കുവാൻ, കരുണയെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചത് ആ കൃപാസനത്തിൽ നിന്ന് ലഭ്യമാകുന്ന കൃപകളെ കുറിച്ചായിരുന്നു. ഒന്നാമത് ലഭ്യമാകുന്ന കൃപ നമ്മുടെ വിചാരങ്ങളെ വിവേചിച്ച് അറിയുവാൻ വേണ്ടിയിട്ടുള്ള കൃപയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആത്മാവിന്റെ ചിന്തകളും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പ്രാണന്റെ ചിന്തകളും, ഇത് രണ്ടും വൈരുദ്ധ്യങ്ങളാണ്. നമ്മൾ ആത്മാവിനെയാണ് അനുസരിച്ച് നടക്കേണ്ടതെന്നുള്ളത് കൊണ്ട് ആത്മാവിന്റെ ചിന്തകൾ ഏതാണ് എന്നും പ്രാണന്റെ ചിന്തകൾ ഏതാണ് എന്നും വിവേചിച്ച് അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെ വിവേചിച്ചറിയുമ്പോഴാണ് നമുക്ക് ആത്മാവിനെ അനുസരിക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുന്ന പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് കഴിയുക. അല്ലാത്ത പ്രാണന്റെ ചിന്തകൾ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള പ്രതിഫലങ്ങൾക്ക് വേണ്ടി നാം പ്രയത്നിക്കാനും ഭൂമിയിൽ മാത്രം നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുവാനും സ്വർഗത്തിൽ എത്തുമ്പോൾ നമുക്ക് പ്രതിഫലങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നാം പരാജിതരായി തീരുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നമുക്ക് സ്വർഗത്തിലാണ് അനുഗ്രഹങ്ങൾ വേണ്ടത്, സ്വർഗത്തിലാണ് നിക്ഷേപങ്ങൾ വേണ്ടത്, സ്വർഗത്തിലാണ് പ്രതിഫലങ്ങൾ വേണ്ടത്. നിത്യതയോളം നീണ്ടു നിൽക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം അധ്വാനിക്കേണ്ടതെന്നുള്ളത് കൊണ്ട് നാം ആദ്യമായി വിചാരങ്ങളെ വിവേചിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ പഠിച്ചു. അതിന് നാം കൃപാസനത്തിങ്കിലേക്ക് അടുത്തു ചെന്നേ മതിയാകത്തുള്ളൂ. രണ്ടാമതായി നാം കണ്ടത്
നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിന് നമുക്ക് കൃപ ആവശ്യമാണ്, നമുക്ക് കരുണ ആവശ്യമാണ്. അത് നമുക്ക് ലഭിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അതായത് ഒരു പരസ്യ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, ആളുകൾ നമ്മെ കളിയാക്കുമ്പോൾ, നമ്മുടെ ജീവൻ പോലും ബലി കഴിക്കേണ്ടി വരുമ്പോൾ, നമുക്ക് ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരുമ്പോൾ, ഒരുപക്ഷെ മരണത്തെ പോലും മുഖാമുഖം കാണേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു കരുണ, ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. ലോകം നമുക്ക് പ്രതികൂലമാകുമ്പോൾ, ലോകം നമുക്കെതിരെ നിൽക്കുമ്പോൾ, അവിടെ ഞാൻ ഒരു പരസ്യ ക്രിസ്ത്യാനിയാണെന്ന് നിൽക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ കൃപയ്ക്ക് വേണ്ടി നാം ഓരോ ദിവസവും കൃപാസനത്തിന്റെ അടുക്കിലേക്ക് അടുത്തില്ല എന്നിട്ട് പറയാം, ദൈവമേ അങ്ങേക്കായി ജീവിപ്പാൻ എനിക്ക് കൃപ തരണം, അങ്ങേപോലെ ജീവിപ്പാൻ എനിക്ക് കൃപ തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം കൃപ നൽകി തരും. ആ കൃപയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന വിഷയം, നമ്മുടെ വീഴ്ചകളിൽ പാപമോചനം പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെടുവാനുള്ള കൃപ നമുക്ക് കൃപാസനത്തിങ്കൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ വീഴ്ചകളിൽ പാപമോചനം പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെടുവാനുള്ള കൃപ നമുക്ക് കൃപാസനത്തിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് നാം ഇന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നമുക്ക് അതിന്റെ അടിസ്ഥാന വാക്യം മാത്രം ഒന്ന് വായിക്കാം. നമ്മുടെ വാക്യ ഭാഗത്ത് ഉള്ളതാണ്. 4-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾക്കകത്തുള്ളതാണ്. 15-ാം വാക്യത്തിലാണ് ഈ ആശയമുള്ളത്. അതിങ്ങനെയാണ്: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമ്മൾ 1-ാമത്തെ ക്ലാസ്സിൽ പഠിച്ചത്, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു കൃപാസനമുണ്ട്, കൃപയുടെ സിംഹാസനമുണ്ട്. അവിടെ മഹാപുരോഹിതനായ ക്രിസ്തു ഇരിക്കുകയാണ്. അവിടുന്ന് നമുക്ക് സദാസമയവും കൃപ ലഭിക്കും. അതുകൊണ്ട് നാം അതിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലണം. അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കൃപ എന്താണ്? നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം തോന്നുന്ന മഹാപുരോഹിതൻ അവിടെയോ, അവൻ നമുക്ക് എന്ത് നൽകി തരും? കൃപ നൽകി തരും. എന്താണ് നമ്മുടെ ബലഹീനത? എന്താ നമ്മുടെ ബലഹീനത? നമ്മുടെ ബലഹീനത എന്ന് അറിയണമെങ്കിൽ നമ്മുടെ എയിം എന്താണെന്ന് നമ്മൾ ആദ്യം അറിയാം. നമ്മുടെ എയിം, നാം എന്താണ് ഈ ഭൂമിയിൽ എയിം ചെയ്യുന്ന കാര്യം, അതറിയാൻ നമുക്ക് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നോക്കിയേ, ഇവിടെ എടുത്തു പറയുന്ന കാര്യം, അവൻ അഥവാ യേശു ക്രിസ്തു നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ എന്ത് ചെയ്യുകയാണ്? നിർമ്മലീകരിക്കുക. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്തുവാ? നമ്മുടെ എയിം എന്തുവാണ്? യേശു ക്രിസ്തു എത്രമാത്രം നിർമ്മലനാണോ അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. യേശുവിനെ പോലെ ജീവിക്കുക, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ എയിം ഇവിടെ എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല. ഇവിടെ പേരോ, ഇവിടെ പ്രശസ്തിയോ, ഇവിടെ പണമോ, ഇവിടെ വീടോ, ഇവിടെ സൗഭാഗ്യങ്ങൾ നേടുക എന്നുള്ളതല്ല. ഞാൻ പറയുന്നതൊന്നും വേണ്ട എന്നല്ല. ഇതൊക്കെ ജീവിതയാത്രയിൽ അനിവാര്യമാണ്. അനിവാര്യമായവയെല്ലാം നമ്മുടെ കർത്താവ് കൃത്യസമയം നൽകുക തന്നെ ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ നമുക്കൊന്നും ലക്ഷ്യം അതൊന്നുമല്ല. ഇവിടെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു വീട് വെക്കണം ബ്രദറെ, അതല്ല നമ്മുടെ ലക്ഷ്യം. ഇവിടെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് വേണം ബ്രദറെ, അതല്ല ലക്ഷ്യം. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കണം ബ്രദറെ, അതല്ല നമ്മുടെ ലക്ഷ്യം. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഒരു നല്ല ഒരു നിലവാരത്തിൽ സെറ്റിലാകണം ബ്രദറെ, അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും യേശു ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുക. യേശു എങ്ങനെ നിർമ്മലനായിട്ട് ജീവിച്ചോ അങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കുക. ഒരു വാക്യം കൂടെ ഈ കാര്യത്തെ ഒന്ന് ഉറപ്പിക്കുവാനായിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് വായിക്കാം. അത് എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. അതിങ്ങനെയാണ്: ആകയാൽ നാമും
സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇവിടെ പറയുന്നത് അനുസരിച്ച് നോക്കിയേ, യേശുവിനെ നോക്കുക. നമുക്കറിയാം 11-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. ആദ്യത്തെ വിശ്വാസ വീരനായി ഹാബേലിനെ പരിചയപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞു വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരെയും കുറിച്ച് പറയുവാനുള്ള സമയം പോരാ. എന്നിട്ട് അവർ ചെയ്ത കുറെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും അവസാനം ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ സഹിക്കേണ്ടി വരുന്ന പീഡകളെ കുറിച്ച് പറയുക. ചിലർ കല്ലൂര് കൊണ്ടു, ചിലർ ഈർച്ചവാളാൽ കൊല്ലപ്പെട്ടു, ചിലര് വാളാൽ കൊല്ലപ്പെട്ടു, ചിലര് ചങ്ങല ധരിച്ചു, ചിലർ തടവറയിൽ കിടന്നു. ഇങ്ങനെ വിശ്വാസികൾ സഹിക്കേണ്ടി വന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചെറിയ ചെറിയ വാചകങ്ങളായി പറഞ്ഞിട്ട് അടുത്ത അധ്യായം അല്ലെങ്കിൽ അടുത്ത കാര്യം അപ്പോസ്തലനായ പൗലോസ് ആരംഭിക്കുന്നത്, നിങ്ങൾ അവരെയൊക്കെ നോക്കിയിട്ട് അവരെ പോലെ നിങ്ങൾ നിങ്ങളുടെ ഓട്ടം ഓടുക എന്നുള്ളതല്ല. അബ്രഹാം ഓടിയതുപോലെ ഓടണം, ഇസഹാക്ക് ഓടിയതുപോലെ ഓടണം, യാക്കോബ് ഓടിയതുപോലെ ഓടണം, എന്ത് പറയുക, പൗലോസ് ഓടിയതുപോലെ ഓടണം, പത്രോസ് ഓടിയതുപോലെ ഓടണം, ശിംശോൻ ഓടിയതുപോലെ ഓടണം, ഏലിയാവും ഏലീശയും ഓടിയതുപോലെ ഓടണം എന്നല്ല പറയുന്നത്. ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽപ്പുണ്ട്. പക്ഷേ നാം ദൃഷ്ടി വെക്കേണ്ടത്, നാം ലക്ഷ്യം വെക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. നാം അവനെ നോക്കണം. യേശു അങ്ങനെ ജീവിച്ചു. യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്റെ മുഖമേറ്റ് എന്നോട് പഠിക്കണം. ഇപ്പൊ കർത്താവ് ഒരു സൈഡിൽ നിൽപ്പുണ്ട്. ആ കർത്താവ് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ കർത്താവിനെ നോക്കിയിട്ട് കർത്താവ് എങ്ങനെ നടക്കുന്നു, എങ്ങോട്ട് ചെരിയുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ ആഹാരം കഴിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, അങ്ങനെ യേശു എന്ത് ചെയ്യുമോ അത് കൃത്യമായി ചെയ്യുന്ന ഒരു ജീവിതമാണ് ഈ ഭൂമിയിലെ ഓരോ വിശ്വാസിയുടെയും ലക്ഷ്യം. ക്രിസ്തുവിനെ പോലെ ജീവിക്കുക, ക്രിസ്തുവിനെ പോലെ ജീവിക്കുക. അപ്പൊ ദൈവമക്കളെ, നമ്മുടെ എയിം എന്ന് പറയുന്നത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എന്തെങ്കിലും നേടുന്നതോ ഇവിടെയുള്ള താൽക്കാലികമായ സൗഭാഗ്യങ്ങളോ ഇവിടെയുള്ള താൽക്കാലികമായ സുഖങ്ങളോ അല്ല, മറിച്ച് യേശുവിനെ പോലെ ആകുന്നതാണ്. നമ്മെ രക്ഷിച്ചതിന്റെ ഉദ്ദേശം യേശുവിനെ പോലെ ആക്കുക എന്നുള്ളതാണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, അല്ലേ? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന്. അബ്രഹാമിനെ പോലെ ആക്കാനല്ല, ഇസഹാക്കിനെ പോലെ ആക്കാനല്ല, ഹാനോക്കിനെ പോലെ ആക്കാനല്ല, ഇല്ലേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്രോസിനെ പോലെയോ യോഹന്നാനെ പോലെയോ യാക്കോബിനെ പോലെയോ പൗലോസിനെ പോലെ ആക്കാനല്ല, യേശുവിനെ പോലെ ആക്കാൻ. അതാ ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. അപ്പൊ നമ്മുടെ എയിം എന്തായിരിക്കണം? എനിക്ക് യേശുവിനെ പോലെ ജീവിക്കണം. ഒരു നിമിഷമേ ജീവിച്ചുള്ളെങ്കിലും, ഒരു ദിവസമേ ജീവിച്ചുള്ളെങ്കിലും, ഒരു മണിക്കൂറേ ജീവിച്ചുള്ളെങ്കിലും യേശുവിനെ പോലെ ജീവിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ പലപ്പോഴും സാധിക്കത്തില്ല. ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ പലപ്പോഴും സാധിക്കത്തില്ല. അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലാകും, യേശു ആണെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ലക്ഷ്യമൊക്കെ വെച്ചു, കറക്റ്റ് ക്രിസ്തുവിനെ നോക്കി തന്നെ അമ്പ ചെയ്തത്, അല്ലെങ്കിൽ ക്രിസ്തു നോക്കി തന്നെ നമ്മൾ ലക്ഷ്യം വെച്ചത്. പക്ഷെ ക്രിസ്തുവിനെ പോലെ ആകാനാ ലക്ഷ്യം വെച്ചത്, പക്ഷെ പരാജയപ്പെട്ടു പോയി. കാരണം നമ്മൾ ബലഹീനത, യേശുവിനെ പോലെ ആകാൻ കഴിയാത്ത പാപ സ്വഭാവം, യേശുവിനെ പോലെ ആകാൻ കഴിയാത്ത പാപത്തോടുള്ള ആ അഭിനിവേശം, യേശുവിനെ പോലെ ആകാൻ കഴിയാത്ത ഞാനെന്ന ഭാവം, യേശുവിനെ പോലെ ആകുവാൻ സാധിക്കാത്ത നമ്മുടെ സ്വാർത്ഥത. അപ്പൊ നമ്മുടെ ബലഹീനത എന്താണ്? നമ്മുടെ കുറവുകളാണ്, നമ്മുടെ പാപങ്ങളാണ്, നമ്മളുടെ പരാജയങ്ങളാണ്. നമുക്ക് ലക്ഷ്യം വെക്കാനായിട്ട് കഴിഞ്ഞില്ല. ലക്ഷ്യം യേശുവായിരുന്നു, പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ചോദിച്ചാലും പറയാൻ പോകുന്ന ഉത്തരം അതൊക്കെ തന്നെയാണ്. യേശുവിനെ പോലാണെന്ന് ചോദിച്ചാൽ യേശുവിനെ പോലെ അല്ല എന്നേ പറയത്തുള്ളൂ. അല്ലെ, ഇങ്ങനെയല്ല യേശു പെരുമാറുക എന്നേ
നമുക്ക് തന്നെ അറിയാലോ അത്. ഇന്നത്തെ പകരത്തെ മാത്രം ജീവിതം എടുത്ത് നോക്കിയാൽ അറിയാം. യേശു ആണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ജീവിക്കുക, യേശുവാണ് ഇങ്ങനെ ഒന്നുമല്ല സംസാരിക്കുക, യേശുവാണ് ഇങ്ങനെ ഒന്നുമല്ല പെരുമാറുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത് നമ്മൾ വീണു പോകുന്നു, നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു, നമ്മൾ പാപം ചെയ്യുന്നു, നമ്മൾ പാപത്തിൽ പതിക്കുന്നു എന്നുള്ളതാണ്. യേശുവിനെ പോലെ ആകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ബലഹീനത. അപ്പൊ ആ ബലഹീനത നമ്മൾ എന്തോ ചെയ്യണം? അങ്ങനെ ബലഹീനത നമ്മൾ എന്തോ ചെയ്യണം? നമുക്ക് യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 7 മുതൽ 10 വരെ ഒന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെ ആയി. ശ്രദ്ധിച്ചേ, ഈ വാക്യത്തിനകത്ത് പറയുന്ന കാര്യം എന്താണ്? ഈ വാക്യത്തിനകത്ത് പറയുന്ന കാര്യം, ഒന്ന്, നമുക്ക് പാപമില്ല എന്ന് നമ്മൾ പറയരുത്. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ എന്ത് ചെയ്യുകയാണ്? വഞ്ചിക്കുകയാണ്. എൻ്റെ ബ്രദറെ, ഞാൻ ഇത്രയും വർഷമായിട്ട് ഒരു പാപം പോലും ചെയ്തിട്ടില്ല കേട്ടോ എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയുണ്ട്. ഒരിക്കലും ഒരു പള്ളിയിലച്ഛൻ, അവരുടെയൊക്കെ പള്ളികളിൽ ഈ നാമധേയ ക്രൈസ്തവരുടെ ഇടയിൽ ഈ അന്ത്യകൂദാശ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് അവസാനം, വേറെന്തോ പേരൊക്കെ പറയും, എന്തായാലും അവസാനം കൊടുക്കുന്ന കർത്തൃമേശ, അതാണ് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം. അത് കഴിഞ്ഞ പിന്നെ മരിക്കുക, അതാണ് അവസാനത്തെ വെള്ളം കൊടുക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ സംവിധാനമാണ്. അപ്പം അച്ഛൻ പള്ളിയിൽ നിന്ന് ഇതൊക്കെ എടുത്ത് ആരോടും മിണ്ടാതെ വീട്ടിൽ വരെ ചെന്നു, ഇതൊക്കെ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, അച്ചായോ വല്ല പാപവും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഞാന് ഇത്രയും വർഷത്തിനിടയ്ക്ക് എൻ്റെ അറിവിൽ ഒരു പാപം പോലും ചെയ്തിട്ടില്ല. അച്ഛൻ ഈ ഇടയ്ക്ക് വന്നതല്ലേ ഉള്ളൂ, അച്ഛൻ എന്നെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ഈ നാട്ടിലിറങ്ങിയവൻ ചോദിക്കാൻ ഞാൻ എന്നാ മാന്യനായിട്ട് ജീവിച്ചെന്നറിയാമോ? വളരെ ഭക്തനായിട്ട് ഞാൻ ജീവിച്ച ഈ 97 വർഷമായിട്ട് ഞാൻ ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനൊരു സംശയം. അപ്പൊ അച്ഛൻ ചോദിച്ചു, അല്ല വല്ല കുഴപ്പവും കാണിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും എതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ? എൻ്റെ അച്ഛ, ഞാന് അതിന് മാന്താൻ പോയിട്ടില്ല, ഞാൻ ബീഡി വലിക്കാൻ പോയിട്ടില്ല, കള്ളു കുടിക്കാൻ പോയിട്ടില്ല, പെണ്ണ് പിടിക്കാൻ പോയിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അച്ഛൻ ചോദിച്ചു, അല്ല ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കാണത്തില്ലേ? അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഇല്ലില്ല, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും അച്ഛൻ അവസാനം ചോദിച്ചു, അല്ല അപ്പച്ച, വല്ല കുരുത്തക്കേടും കാണിച്ചിട്ടുണ്ടോ? അപ്പൊ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ആ റോഡുണ്ടല്ലോ, റോഡ് സൈഡിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ഇടത്തോട്ടം എന്നുള്ളൊരു വെച്ചൊരു ബോർഡ്. അത് ഞാൻ വലത്തോട്ടം നാക്കി വെച്ചിട്ടുണ്ട്, അതല്ലാതെ വേറെ കുരുത്തക്കേടൊന്നും ഞാൻ കാണിച്ചിട്ട് ഇല്ല. കഴിഞ്ഞ 90 വർഷമായിട്ട് ഇടത്തോട്ട് പോകേണ്ട മനുഷ്യരെല്ലാം വലത്തോട്ട് കൊടുത്ത മനുഷ്യനാ. ഞാൻ പറയുകയാണ്, ഞാൻ പാവം ഒന്നും ചെയ്തിട്ട് ഇല്ല. പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ അതിനെയൊക്കെ ചില കാര്യങ്ങൾ നിസ്സാരമായിട്ടാണ് കാണുന്നത്. അതൊരു ചുമ്മാ ഒരു കള്ളം പറഞ്ഞതല്ലേ, അതൊരു അങ്ങനെ വന്നപ്പം ഇപ്പൊ എവിടെ പോവാന്ന് ചോദിച്ചു. ഞാന് കോട്ടയം പോവാ, എനിക്ക് പറയാൻ സൗകര്യമില്ല, ഞാൻ പത്തനംതിട്ടയ്ക്ക് പോവാന്ന് പറഞ്ഞു. അതൊരു കള്ളമാണോ ബ്രദറെ? അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അത് ചെറിയ കള്ളം പറഞ്ഞതല്ലേ, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഒരു കള്ളമല്ല, അതൊന്നും പാപമല്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ നീതിമാൻ, അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ എന്തുണ്ട്? പാപമുണ്ട്, നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു നോക്കി,
ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നാം ദൈവത്തെ കള്ളനാക്കുക, അവനെ അസത്യവാദിയാക്കും, ദൈവത്തെ കള്ളം പറയുന്ന ആളാക്കി നമ്മൾ മാറ്റുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സമ്മതിക്കണം. ദൈവമേ, ഞാന് പാപിയാണ്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം. പലപ്പോഴും നമ്മുടെ പല മീറ്റിങ്ങുകളിലും ഈ ഒരു മാനസാന്തര പ്രാർത്ഥന പോലൊരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: പ്രിയപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും കർത്താവ് ക്ഷമിക്കണമേ. ഞങ്ങളുടെ നോട്ടത്തിൽ, ഞങ്ങളുടെ സംസാരത്തിൽ, ഞങ്ങളുടെ നിരൂപണത്തിൽ, ഞങ്ങളുടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വന്നുപോയ കുറവുകളെ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറയാറുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ക്ഷമിക്കുന്ന കർത്താവിനായി സ്തോത്രം എന്നാ. ക്ഷമിക്കാൻ പോലും പറഞ്ഞില്ല, ക്ഷമിക്കുന്ന കർത്താവിനായിട്ട് സ്തോത്രം. ശരിക്കും ബൈബിൾ പറയുന്ന കാര്യം അതല്ല. നമ്മൾ ശരിക്കും നമ്മളുടെ പാപത്തെ അംഗീകരിക്കണം. ഞാൻ പാപം ചെയ്തു എന്ന് നമ്മൾ സമ്മതിക്കണം. ഞാൻ പാപിയാണ് എന്ന് സമ്മതിക്കണം. അല്ലെങ്കിൽ എന്നിൽ പാപമുണ്ട്, ഞാൻ ഇന്ന കുഴപ്പം ചെയ്തു സമ്മതിക്കും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അരുതാത്തതൊന്ന് കണ്ടു, ഞാൻ സമ്മതിക്കണം. ഞാൻ എൻ്റെ ചെവി കൊണ്ട് അരുതാത്തതൊന്ന് കേട്ടു, നമ്മൾ സമ്മതിക്കണം. ഞാൻ എൻ്റെ നാവ് കൊണ്ട് അരുതാത്ത കാര്യം സംസാരിച്ചു, നമ്മൾ സമ്മതിക്കണം. ഞാൻ എൻ്റെ ബുദ്ധിയിൽ അരുതാത്തൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു, അത് സമ്മതിക്കണം. എൻ്റെ കൈകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, സമ്മതിക്കണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ പാപം ചെയ്തു, പാപമില്ലാത്തൊരു വ്യക്തിയല്ല ഞാൻ, എന്നിൽ പാപമുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു, ആഗ്രഹിക്കുന്ന നന്മയൊട്ട് ഞാൻ ചെയ്യുന്നതും ഇല്ല. പൗലോസിന്റെ വാചകം. അപ്പൊ നോക്കി, ആ ഒരു അക്സെപ്റ്റൻസ്, ആ ഒരു സമർപ്പണ മനോഭാവം നമുക്കുണ്ടാകണം. എന്നിൽ കുറവുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യം കേട്ടിട്ടുണ്ട്, ഞാൻ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഒരു സഹോദരനെതിരായിരിക്കാം, സഹോദരിക്കെതിരായിരിക്കാം, ദൈവസഭയ്ക്കെതിരായിരിക്കാം, ദൈവദാസന്മാർക്കെതിരായിരിക്കാം, ഇതൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നാവ് കൊണ്ട് പാപം ചെയ്തിട്ടുണ്ട്, കണ്ണുകൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ സമ്മതിക്കണം. ഒരിക്കലും നമ്മൾ എക്സ്ക്യൂസുകൾ പറയുന്നവരാകരുത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ പുതിയ വാഹനമാണ് എന്നിരിക്കട്ടെ, പുതിയ വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കട്ടറിൽ നമ്മുടെ വാഹനം ചാടുകയാണ്, ഒരു കട്ടറിനകത്ത് ചാടുകയാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് വളരെ സൂക്ഷിച്ചു കൊണ്ടുവന്ന വാഹനമാണ്. കട്ടറിൽ ചാടി പതപ്പൊന്നുള്ള ഒച്ചയെ കേട്ടു. അപ്പൊ എന്തോ ഒരു കാര്യം പറ്റിയെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ഭരണപക്ഷം നമ്മൾ ചീത്ത പറയും, അല്ലെ? ഈ സർക്കാർ ഭരിക്കാൻ തുടങ്ങിയ പിന്നെ റോട്ടിലിറങ്ങി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി, കുണ്ടും കൂടി ഒരു വണ്ടി വാങ്ങിച്ച അതുകൊണ്ട് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് നമ്മള് പിണറായി വിജയനെ കുറ്റം പറയും, അല്ലെ? സംഭവിച്ചു. ശരിക്കും നമ്മൾ പറഞ്ഞ വാക്കുകൾ തെറ്റാണോ? തെറ്റാണ്, വാക്കുകൾ തെറ്റാണ്. പക്ഷെ നമ്മൾ ഉണ്ടാകുന്ന എക്സ്ക്യൂസ് എന്ന് അറിയാമോ? എൻ്റെ വാഹനം കട്ടറിൽ ചാടിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓക്കെയാ, ഞാൻ പെർഫെക്റ്റ്, ഞാൻ പാപിയല്ല. പക്ഷെ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞാൻ ആ പാപം ചെയ്തു. ഇപ്പൊ നമ്മുടെ ഭാര്യ നമ്മുടെ അടുക്കലേക്ക് ഒരു കരിഞ്ഞ ചപ്പാത്തിയും കൊണ്ട് വൈകുന്നേരം വരിക. നമ്മൾ ജോലിയെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുമ്പോഴാണ് കരിഞ്ഞ ചപ്പാത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ചീത്ത അങ്ങ് പറയുന്നു. അവരുടെ അപ്പനെ അമ്മയെ കൊണ്ട്, നിന്നെ ഇതാണ്ടി പഠിപ്പിച്ചു വിട്ടേക്ക്, നീ എവിടുന്നാടി, അതാടി ഇതാടി വെച്ച് കുറെ ചീത്ത പറയും. എന്നിട്ട് നമ്മൾ എക്സ്ക്യൂസ് പറയുന്നത് എന്താ അറിയാമോ? കരിഞ്ഞ ചപ്പാത്തിയും കൊണ്ട് വന്നത് കൊണ്ടാണ് ഞാൻ ചീത്ത പറഞ്ഞത്. അവിടെ നമ്മൾ ആരാണ്? പെർഫെക്റ്റ്. പക്ഷെ കരിഞ്ഞ ചപ്പാത്തി കൊണ്ട് വന്നു, അതുകൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞു. അപ്പൊ അവിടെ കുഴപ്പം ആർക്കാണ്? ഭാര്യയ്ക്ക്. നമ്മുടെ മക്കള് എന്തെങ്കിലും തെറ്റ് ചെയ്തു, നമ്മൾ അറഞ്ചം കുറഞ്ഞു വിട്ട് അവരെ തല്ലി, കൈ കിട്ടിയതൊക്കെ എടുത്ത് തല്ലി. അപ്പം നമ്മൾ പറയുകയാണ്, അവൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ അവനെ അങ്ങനെ അടിച്ചത്. ഞാൻ അടിക്കുന്നതിനെതിരല്ല, ശിക്ഷിക്കണം. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചുമ്മാ ഉള്ള ശിക്ഷ, ബെൽറ്റൊക്കെ ഊരി അടിക്കുന്ന, അതൊന്നും ശരിയായ രീതിയല്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെയ്തേ. അപ്പൊ അവിടെ എല്ലാം നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്തുകയാണ്.
ദൈവത്തോട് ആദ്യം ആദം പറഞ്ഞ കാര്യം എന്താ? ദൈവമേ നിർത്ത്, അതെ നീ എനിക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി ഒരു തന്നല്ലോ, അവള് തന്നു, ഞാൻ തിന്നു. ഞാനല്ല കുറ്റക്കാരൻ, ഹൗവയാ കുറ്റക്കാരൻ. ഇനി ഹൗവയല്ല കുറ്റക്കാരൻ, നീയാ കുറ്റക്കാരൻ. എന്താ? നീയാണല്ലോ എൻ്റെ കൂടെ ഇരിക്കേണ്ടെന്ന് ഒരുത്തിയെ തന്നത്. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളുടെ പാപത്തെ അംഗീകരിക്കാതെ നമ്മൾ അതിന് എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കുന്ന, എന്തുകൊണ്ട് അതുണ്ടായി എന്ന് കണ്ടിട്ട് മറ്റുള്ളവരെ പഴിചാരി നമ്മൾ കുറ്റക്കാരല്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ വിളിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ പെരുമാറി, എന്നോട് മോശമായി പെരുമാറി, ഞാനും മോശമായി പറഞ്ഞു, എന്നോട് 2ഉം 3ഉം പറഞ്ഞു, ഞാൻ 3ഉം 4ഉം പറഞ്ഞു. അപ്പോ നമ്മൾ അവിടെ എല്ലാം ഒരു എക്സ്ക്യൂസുകൾ കണ്ടെത്തി. പക്ഷെ ഒരിക്കലും അങ്ങനെയാകരുത്. എനിക്ക് യേശുവിനെ പോലെ ആകാൻ പറ്റിയില്ല, എനിക്ക് യേശുവിനെ പോലെ ആകാൻ പറ്റിയില്ല, ഞാൻ സമ്മതിക്കുന്നു ഞാൻ പാപിയാണ്, ഞാൻ സമ്മതിക്കുന്നു ഞാൻ പാപിയാണ്, ഞാൻ അരുതാത്ത കാര്യം സംസാരിച്ചു, ഞാൻ അരുതാത്ത കാര്യം കണ്ടു, ഞാൻ ഇന്ന് അരുതാത്ത കാര്യം കേട്ടു, ഞാൻ ഇന്ന് അരുതാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ കൈ ഉപയോഗിച്ചു, യേശുക്രിസ്തു പോകാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ ഇന്ന് പോയി. ഇത് നമ്മൾ സമ്മതിക്കണം. സമ്മതിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സമ്മതിച്ചിട്ട് ഏറ്റു പറയണം. സമ്മതിച്ചിട്ട് ഏറ്റു പറയണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റു പറയാന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പറയുക. ദൈവമേ, ഞാൻ പാപം ചെയ്തു. കർത്താവ് എൻ്റെ കണ്ണുകൊണ്ടോ വായുകൊണ്ടോ നാക്കുകൊണ്ടോ മൂക്കുകൊണ്ടോ ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ക്ഷമിച്ചേക്കണേ എന്ന് പറയുകയല്ല. കർത്താവെ, ഞാൻ ഇന്ന് റോഡിലൂടെ പോയപ്പോൾ പിണറായിയെ ചീത്ത പറഞ്ഞു, അത് പാവമാണ്, ഞാൻ സമ്മതിക്കുന്നു, എന്നോട് ക്ഷമിക്കണം. കർത്താവെ, ഞാൻ ഇന്ന് എൻ്റെ ഭാര്യയെ ചീത്ത പറഞ്ഞു, ഞാനത് പാവമാണെന്ന് സമ്മതിക്കുന്നു. കർത്താവെ, ഞാൻ ഇന്ന് എൻ്റെ സഹോദരനെതിരെ സംസാരിച്ചു, പാവമാണെന്ന് സമ്മതിക്കുന്നു. കർത്താവെ, ഞാൻ ഇന്ന് അരുതാത്ത കാര്യങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, അത് പാപമാണെന്ന് സമ്മതിക്കുന്നു. ദാവീദ് രാജാവ് ദൈവത്തോട് ബേത്ശേബയുമായി പാപം ചെയ്തു. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ വന്ന് ഈ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി. അദ്ദേഹം തൻ്റെ മുറിയിൽ അല്ലെങ്കിൽ തൻ്റെ മാളികയിലേക്ക് പോയി കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞു, ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളൂ ഞാൻ ചെയ്ത് ഇരിക്കുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് ജസ്റ്റ് വായിക്കാം. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഒറ്റ മിനിറ്റ് ഞാൻ അതൊന്ന് എടുത്തോട്ടെ. ഇപ്പൊ നമുക്ക് ആ വാക്യം വായിക്കാം. 51-ാമത്തെ സങ്കീർത്തനം, അവിടെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും. 3-ാമത്തെ വാക്യം, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലേക്ക്. എൻ്റെ ലംഘനങ്ങളെ എനിക്കറിയാം, ഇത് പാപമാണെന്ന് എനിക്കറിയാം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഇതാണ് ഏറ്റു പറയുക എന്ന് പറഞ്ഞത്. ഞാൻ പാപം ചെയ്തു എന്ന് പറയുന്നതാണ് ഏറ്റുപറച്ചിൽ. റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്, അത് പാപമാണ് എന്ന് ഏറ്റു പറയുന്നതാണ് നമുക്ക് ഉചിതമായി വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് പറയണം? ദൈവമേ, കർത്താവേ, ഞാൻ പാപം ചെയ്തു എന്ന് ഏറ്റു പറയണം. ഏറ്റു പറയുമ്പോൾ നാം വായിക്കുന്ന വാക്യമുണ്ട്, സദൃശവാക്യം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ. സംഗീതം 32-ന്റെ വായിക്കുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. നോക്കിയേ, ആദ്യ വാക്യം പറഞ്ഞത് അവരവര് തന്നെ ലംഘനങ്ങളെ മറച്ചു വെച്ചാൽ അവന് ശുഭം വരത്തില്ല, അങ്ങനെയല്ലേ? തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെച്ചാൽ ശുഭം വരത്തില്ല. പക്ഷേ ലംഘനങ്ങളെ മറച്ചു കിട്ടിയാൽ ശുഭം വരും, അവൻ ഭാഗ്യവാനായിരിക്കും. ഞാൻ 2 ഉദാഹരണം വേഗത്തിൽ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 1-ാമത്തെ ഉദാഹരണം ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ ദേശം കൈവശമാക്കുവാനായിട്ട് പോകുമ്പോൾ ദൈവം പറഞ്ഞു, ശപഥാർപ്പിതമാണ് ഈ പട്ടണം, അവിടെ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത്, അത് ദൈവത്തിന് അർപ്പിച്ചേക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ആഖാൻ എന്ത് ചെയ്തു? അത് കേൾക്കാതെ, ആ കൽപ്പന കേൾക്കാതെ ചില കാര്യങ്ങൾ എടുത്ത് തൻ്റെ കൂടാരത്തിനകത്ത് കൊണ്ടുപോയി മറച്ചു വെച്ചു. ഇസ്രായേൽ ജനം പിന്നീട് ഹായി പട്ടണക്കാരോട് യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ പരാജയപ്പെട്ടു പോയി. യോശുവ ദൈവംബാഗ് വന്ന് കിടന്ന് കരഞ്ഞു. പകൽ മുഴുവൻ ദൈവം ചോദിച്ചു, എന്റെ യോശുവെ, നീ എന്തിനാ കരയുന്നേ? ഇസ്രായേൽ പാപം ചെയ്തു, ഇസ്രായേൽ അശുദ്ധി അവൻ നടുവിൽ വസിക്കുക, അതുകൊണ്ട് എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത, നിന്നെ സഹായിക്കാൻ കഴിയാത്ത, അതുകൊണ്ടാ, അത് നീക്ക്, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഒരു ഓട്ടർ കോൾ കൊടുത്തു, ആരാണ് പാപം ചെയ്തത്, പക്ഷെ ആരും പറഞ്ഞില്ല. പിന്നീട് ഓരോ ഗോത്രത്തിൽ നിന്നും ഗോത്രത്തിന് ചീട്ടിട്ടു, ഗോത്രം ചീട്ട് വീണു, കുലം, ഗോത്രം, അങ്ങനെ വന്ന് ഈ ആഖാനും. അപ്പൊ ചോദിച്ചു, മകനെ നീ പറ, നീ എന്താ ചെയ്തേ? അദ്ദേഹം പറഞ്ഞു, ഞാന് വിലയേറിയ ചില വസ്തുക്കളെ കൊണ്ടുപോയി എൻ്റെ കൂടാരത്തിനകത്ത് ഒഴിച്ചിട്ടു, മറച്ചു വെച്ചു. തനിക്ക് തൻ്റെ പാപത്തെ ഏറ്റുപറയുവാൻ അവസാന നിമിഷം വരെ ഗോത്രങ്ങളുടെ ചീട്ടിടുമ്പോ തന്നെ പറയാമായിരുന്നു, ഞാനാട്ടോ പാപം ചെയ്തേ എന്ന് പറയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ല. കുലത്തിന് വേണ്ടി ചീട്ടിട്ടു, അപ്പോഴെങ്കിലും പറയാമായിരുന്നു, പറഞ്ഞില്ല. കുടുംബത്തിന് വേണ്ടി ചീട്ടിട്ടു, അപ്പോഴെങ്കിലും പറയാമായിരുന്നു, പറഞ്ഞില്ല. പിന്നെ പേരുകൾ എഴുതി ചീട്ടിട്ടു, അപ്പോഴെങ്കിലും പറയാമായിരുന്നു, പറഞ്ഞില്ല. അവസാനം പിടിക്കപ്പെടുന്ന ആ സമയം വരെയും അദ്ദേഹത്തിന്റെ കുറ്റം സമ്മതിച്ചില്ല, മറച്ചു വെച്ചു. എന്താ സംഭവിച്ചത്? ശുഭകരമായി തീർന്നു അവസാനം? ഒരിക്കലുമില്ല. എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭവനത്തിലുള്ള എല്ലാവരെയും, തൻ്റെ കുടുംബത്തെ മുഴുവൻ ഇസ്രായേൽ ജനം ശിക്ഷിച്ച് കൊന്നുകളഞ്ഞു. ആ താഴ്വര, അവന്റെ ദേഹത്ത് കല്ലെറിഞ്ഞ ആ താഴ്വര യോശുവയുടെ പുസ്തകം എഴുതുന്ന സമയം വരെയും ആഖോർ താഴ്വര എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു. അപ്പൊ ഞാൻ പറയുന്നതിന്റെ സാരം, പാപത്തെ മൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അത് പുറത്തു കൊണ്ടുവന്നു, അതിന് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. എൻ്റെ കൂടെ പ്രവർത്തനത്തിന് വരുന്ന ഒരു അപ്പച്ചനുണ്ട്, സാമ്പണിക്കർ എന്നാ പേര്. അദ്ദേഹം ഇടയ്ക്ക് പറയുന്ന ഒരു കഥയുണ്ട്, ഞാനൊന്ന് പറയാം. ഈ കള്ളത്തിന് അല്പ ആയുസേ ഉള്ളൂ എന്നുള്ളതാണ് ആ കഥയുടെ ഒരു ഹെഡിങ്. ആ കഥ ഇങ്ങനെയാണ്: 4 കൂട്ടുകാർ ചേർന്ന് എല്ലാ ദിവസവും കാറിനാണ് കോളേജിൽ പോകുന്നത്. എല്ലാ ദിവസവും കാറിനാണ് പോകുന്നത്. 4 പേരും ഒരുമിച്ച് പിരിവൊക്കെ ഇട്ട് പൈസയൊക്കെ അടിച്ച് പെട്രോളൊക്കെ അടിച്ച് പോവുകയാണ്. അപ്പൊ ഒരു ദിവസം അവരിങ്ങനെ പോകുന്ന വഴിക്ക് ക്രിക്കറ്റ് കളി നടക്കുന്നതായിട്ട്, ഒരു ഗ്രൗണ്ടിൽ നടക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഒരാൾ പറഞ്ഞു, എടാ കളി നടക്കുന്നു, നമുക്ക് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ആൾ പറഞ്ഞു, എടാ പറ്റത്തില്ല, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആണ്, ഇങ്ങനെ പോയാൽ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തത്തുള്ളൂ, ഇവിടെ കളി കാണാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും, അതുമല്ല എക്സാം ഉണ്ട്, ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉണ്ട്, അതുകൊണ്ട് വേഗം ചെന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എടാ സെക്കൻഡ് അവറിലെ ടെസ്റ്റ് പേപ്പർ, ഫസ്റ്റ് അവറിൽ സാറ് വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയത്തേ ഉള്ളൂ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കളി കുറച്ച് കണ്ടിട്ട് അങ്ങ് പോകാം, എന്തായാലും 2ാമത്തെ അവർ ചെല്ലാം, കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമ്മൾ പഠിച്ചത് നമുക്ക് നമ്മക്കാണോ എഴുതാൻ പ്രശ്നം, നമ്മളൊക്കെ എഴുതുപടി പ്രശ്നമില്ല, കളി കാണാടി, കളിയുടെ ഹാരം ഇനി ഒന്ന് കാണാൻ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ കളി കാണാനായിട്ട് തീരുമാനിച്ചു. കളി എല്ലാവരും കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ സമയമായെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇവർ തിരിച്ച് കോളേജിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എക്സാമിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി, ടെസ്റ്റ് പേപ്പറിന് ഒരുക്കങ്ങളൊക്കെ ആയി, എല്ലാവരെയും ഇങ്ങനെ മാറ്റിയൊക്കെ ഇരുത്തിയിരിക്കുക. ഇവർ ചെന്ന് നിന്നു. സാറേ എന്ന് വിളിച്ചു. എന്താ താമസിച്ചെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, ഇവർ പറഞ്ഞു, ടയർ പഞ്ചറായി, അതുകൊണ്ടാണ് താമസിച്ചത്. ഓക്കെ, ശരി, കയറി, കുഴപ്പമില്ല, എന്തായാലും എക്സാം തുടങ്ങാറായി, എന്തായാലും നിങ്ങൾ വന്നല്ലോ, സമയത്ത് വന്നല്ലോ, കുഴപ്പമില്ല, ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ സാറ് ഇവരെ 4 പേരെയും 4 സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുത്തി, പരസ്പരം നോക്കിയാൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരുത്തി. എന്നിട്ട് ഇവരോട് സ്പെഷ്യലായിട്ട് ചോദ്യം ചോദിച്ചു, വണ്ടിയുടെ ഏത് ടയറാണ് പഞ്ചറായത്, വാഹനത്തിന്റെ ഏത് ടയറാണ് പഞ്ചറായത്. ഈ 4 പേരും 4 ഉത്തരം എഴുതത്തുള്ളൂ.
ഒരാൾ പോലും കറക്റ്റ് ഫ്രണ്ട് സൈഡിലുള്ള ലെഫ്റ്റ് ടയറാണ് പഞ്ചർ ആയതെന്ന് എഴുതത്തില്ല. കാരണം എന്താ? അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഒരാൾ ബാക്ക് എഴുതുമ്പോൾ ഒരാൾ ഫ്രണ്ട് എഴുതും, ഒരാള് റൈറ്റ് എഴുതും, മറ്റേയാള് ലെഫ്റ്റ് എഴുതും. ആ കള്ളം പൊളിഞ്ഞേ. അപ്പൊ കള്ളത്തിന് എന്തേ ഉള്ളൂ? അല്പ ആയുസേ ഉള്ളൂ. നമ്മൾ ഇവിടെ പാപങ്ങളെയൊക്കെ മൂടി വെക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരു ദിവസം ഇതെല്ലാം വെളിപ്പെട്ട് വരും. ഒരു ദിവസം ഇതെല്ലാം വെളിപ്പെട്ട് വരും. ഞാൻ പാപിയല്ല എന്ന് പറയാനായിട്ട് ആരെയൊന്നും സാധിക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയണം. എപ്പോൾ നമുക്ക് നാം ചെയ്തത് പാപമാണെന്ന് ബോധ്യം വരുന്നു, അപ്പോൾ തന്നെ നാം ആ പാപത്തെ നമ്മുടെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാണ്. ആ ഉപേക്ഷിച്ചതിന്റെ ഒരു ഉദാഹരണം അത് നമ്മുടെ ദാവീദ് രാജാവാണ്. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പാപം. ദാവീദ് ഒരു ദിവസം ഇങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ സമയം ഇങ്ങനെ മട്ടുപ്പാവി ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നടക്കുകയാണ്. അപ്പുറത്ത് യുദ്ധം നടക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കള് പടയാളികൾ അവിടെ പോയേക്കുക. ഇദ്ദേഹം ഇങ്ങനെ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ നടക്കാമല്ലോ എന്ന് കരുതി ഇതെങ്ങനെ ഇങ്ങനെ നടക്കുക. ആ നടക്കുന്ന സമയത്ത് ഒരു സഹോദരി സോപ്പുമായിട്ട് കുളിക്കാൻ പോകുന്നത് കണ്ടു. ഇദ്ദേഹത്തിന്റെ ആ പ്രാകൃതമായ സ്വഭാവം ഉണർന്നു. അദ്ദേഹം ആ സ്ത്രീ ആരാണെന്ന് അന്വേഷിച്ചു. അതൊരാളുടെ ഭാര്യയാണെന്ന് മനസ്സിലായി. എന്നിട്ടും ആ വ്യക്തി ഇദ്ദേഹത്തിന്റെ സേവകനാണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ എന്നിട്ടും ആ സ്ത്രീയുമായി പാപം ചെയ്തു. പാപം ചെയ്തു. ആ പാപത്തെ മറച്ചു വെച്ചു. ആ പാപത്തെ മറച്ചു ഭയങ്കര വ്യത്യസ്തമായ രീതിയിലാണ്. നമുക്ക് എല്ലാവർക്കും സംഭവം അറിയാമല്ലോ. ആദ്യം ആ ഭാര്യയിൽ ഉണ്ടായ കുഞ്ഞ് അത് തൻ്റേതല്ല, ആ ഭാര്യയുടെ, ആ ബത്ശേബയുടെ ഭർത്താവായ ഉരിയാവിന്റെ തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടൊക്കെ നടത്തി. പക്ഷെ അതൊന്നും സഫലമായില്ല. അപ്പൊ പിന്നെ അവനെ കൊന്നു. എന്നിട്ട് ഈ സ്ത്രീയെ അങ്ങ് കല്യാണം കഴിച്ചു. ഒരു രാജ്യം നോക്കുമ്പോൾ എന്തോ നല്ല രാജാവാ. സൈന്യത്തിൽ ഒരുത്തൻ പട്ടുപോയി മരിച്ചു. അവന്റെ ഭാര്യ ഇവിടെ ഗർഭിണിയായിരിക്കുന്നു. അവളെ രാജാവ് രാജ്ഞിയായി സ്വീകരിച്ചു. എന്തോ നല്ല മനുഷ്യനായി ദാവീദ് എന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ അഭിനന്ദിക്കാൻ തുടങ്ങി. പക്ഷെ ദൈവത്തിനറിയാം ഇത് ഇവന്റെ തന്നെയാണ്, ഇവനാ കുറ്റക്കാരൻ. ഒരു വർഷത്തോളം കാത്തിരുന്നു ദൈവം ഇതൊന്ന് സമ്മതിക്കാൻ. സ്വയമായിട്ട് സമ്മതിച്ചില്ല. നാഥാനെ അയച്ചു. നാഥാൻ ചെന്ന് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അവസാനം നീയാണ് ആ പാപി എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി. അയ്യോ, ദൈവം എന്റെ പാപത്തെ അറിഞ്ഞിരിക്കും, ഞാൻ എന്തോ വലിയ പാപിയാ. അദ്ദേഹം ചെന്ന് കവന്ന് വീണ് കടന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു. നമ്മൾ ആദ്യം വായിക്കുക, ദൈവമേ എൻ്റെ പാപം എൻ്റെ കണ്ണ് മുമ്പിലിരിക്കും, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കും, എന്നോടങ്ങ് ക്ഷമിക്കണം, എന്നെ നന്നായിട്ടങ്ങ് കഴുകണം, എന്നെ ഹിമം പോലെ വെളുപ്പിക്കണം, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. പാപത്തെ ഏറ്റുപാടും. ദൈവം ക്ഷമിച്ചോ? ദൈവം ക്ഷമിച്ചു. ഞാൻ തെളിവ് പറയാം. നമ്മൾ ഈ സംഭവം വായിക്കുന്ന 2 ശമൂവേൽ 11-ാം അധ്യായത്തിലാണ്. ദാവീദിന്റെ ചരിത്രം വീണ്ടും ആവർത്തിക്കുന്ന പുസ്തകമാണ് ദിനവൃത്താന്തങ്ങൾ. ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് ദാവീദ് ചെയ്ത എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുമ്പോൾ അവന്റെ ഈ പാപത്തെ മാത്രം എടുത്തു പറഞ്ഞിട്ടില്ല. നിങ്ങൾ വീട്ടിൽ പരിശോധിച്ച് നോക്കിയോ? നിങ്ങൾ വീട്ടിലാണല്ലോ, ഇരുന്ന് പരിശോധിച്ച് നോക്കിയോ. 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ പറയുന്ന ദാവീദിന്റെ പാപത്തെ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ഒരിടത്തു പോലും ദാവീദിന്റെ ചരിത്രം മുഴുവനായി പറഞ്ഞിട്ടും ഒരിടത്തു പോലും പറഞ്ഞില്ല. എന്താ കാരണം? ദൈവം ആ പാപത്തെ ക്ഷമിച്ചു. ദൈവം ആ പാപത്തെ ക്ഷമിച്ചു. ദൈവമക്കളെ, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും വിശ്വസ്തനും നീതിമാനും ആണ്. ആകയാൽ നമുക്കൊരു കാര്യം ചെയ്യാം, കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം. എന്നിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാം, നീതിപീർണം പ്രാപിക്കാം, ശുദ്ധീകരണം പ്രാപിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, നാം ഈ
കൃപാസനത്തിങ്കിലേക്ക് ചെല്ലുന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, നമ്മുടെ പരാജയങ്ങളും നമ്മുടെ പാപങ്ങളും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ കരുതും. ഞാൻ ഇങ്ങനെയാണെന്ന് നമ്മൾ കരുതും. എന്നിട്ട് പാപത്തിൽ യഥാർത്ഥമായി പശ്ചാത്തപിക്കാതെ, പാപമോചനം പ്രാപിക്കാതെ, സ്വയം വിശുദ്ധിയിലും സ്വയം നീതിയിലും, അല്ലെങ്കിൽ നീതിമാനാണ് തെറ്റിദ്ധാരണയിലും നമ്മൾ മുൻപോട്ട് ജീവിക്കും. നമ്മുടെ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും അത്തരത്തിൽ നഷ്ടമാകും. അതുകൊണ്ട് നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ ഈ നല്ല സമയത്തിനായി അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു കൃപാസനമുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. അവിടെ അങ്ങ് മഹാപുരോഹിതനായി ഉള്ളതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സദാസമയവും ആ കൃപാസനം സമീപിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ പ്രാപിക്കുവാനുള്ള സ്വാതന്ത്ര്യം അങ്ങ് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളിലുണ്ടാകുന്ന വിചാരങ്ങൾ ആത്മാവിൻ്റെയാണോ പ്രാണന്റെ ആണോ എന്ന് വിവേചിച്ചറിയുവാൻ ആവശ്യമായ കൃപ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്യ ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ, വിശ്വാസം മുറുകെ പിടിക്കുവാൻ ആവശ്യമായ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് ചിന്തിച്ചതുപോലെ, മനസ്സിലാക്കിയതുപോലെ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അതുപേക്ഷിച്ച് പാപക്ഷമ പ്രാപിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ എന്നവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഞങ്ങളുടെ പാപങ്ങളെ മൂടി വയ്ക്കുവാൻ അവിടുന്ന് ഇടയാക്കരുതേ. ഞങ്ങൾ ലംഘനങ്ങളെ മൂടി വയ്ക്കുവാൻ അങ്ങ് ഇടയാക്കരുതേ. ഞങ്ങളുടെ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ്, അത് പറയേണ്ടതുപോലെ തന്നെ പറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് നീതിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. അടിയനിലൂടെ അങ്ങ് സംസാരിച്ചത് കൊണ്ട് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. അപ്രയോനദാസനാണ്, അടിയന് പകരമായി അങ്ങ് സംസാരിക്കുകയും ഞങ്ങളുടെ എല്ലാവരിലും ഈ വചനം ഫലം ചെയ്യുവാൻ, അനുഗ്രഹത്തിന് മാത്രം കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് അടിയങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ കൃപയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥനയും യാചനയും ക്രിസ്തുയേശു നാമത്തിലാകയാൽ കൃപയോടെ സ്വീകരിക്കുമാറാകണമേ. എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ചയിലും ഒരു പുതിയ വിഷയം തുടരാം. ക്രിസ്തുവിന്റെ വരവ് ക്രിസ്ത്യാനിക്ക് ലാഭകരമോ എന്നൊരു വിഷയം നമുക്ക് അടുത്ത ആഴ്ച മുതൽ പഠിക്കാനായിട്ട് ആരംഭിക്കാം. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് ഇപ്പോൾ തന്നെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാം.